പ്രയാസങ്ങളും ആരെ ബാധിക്കുന്നില്ല? ബോധത്തെ. ഈ ഇൻസ്ട്രുമെൻറ്റിന്, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് എന്ത് സംഭവിച്ചാലും അതൊന്നും കറണ്ടിനെ ബാധിക്കുന്നില്ല. ഇതുപോലെ എൻ്റെ മനസ്സിനും ശരീരത്തിനും സംഭവിക്കുന്നതൊന്നും എന്നിലെ ബോധത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ബോധത്തെ ഉപയോഗിച്ച് എൻ്റെ മനസ്സിനെ മാറ്റിമറയ്ക്കാൻ എന്നിൽ കഴിവുണ്ട്, ശക്തിയുണ്ട്, കരുത്തുണ്ട്. ഈ കണ്ണ് തുറന്നാൽ, ഈ അറിവ് തുറന്നാൽ ആര് തളരും? പറയൂ. ആരെ തളർത്താൻ പറ്റും? അത് തുറക്കണ്ടേ, ആ കണ്ണ് തുറക്കണ്ടേ, ആ ഒരു ശക്തി തുറന്ന് കിട്ടണ്ടേ? വേണോ വേണ്ടയോ? ഇത് പലരിലും അടഞ്ഞു കിടക്കുകയാണ്. അവർ ദുരിതത്തെ കാണുന്നു. ആരെ കാണുന്നില്ല? അവർ ദുരിതത്തെ കാണുന്നു. ആ ദുരിതത്തിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളൊരു ബോധത്തെ കാണുന്നില്ല. ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇത് കാണണോ? പറയൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, എന്ത്, എനിക്ക് ഈ ദുരിതത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും. എൻ്റെ മനസ്സിനെ ഇതിൽ നിന്നൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിന് കഴിവുണ്ടോ മനുഷ്യർക്ക്? അവർക്ക് പറയൂ. അപ്പം മനുഷ്യൻ വിധിക്കടിമയാണോ? വിധിക്കടിമപ്പെട്ടവനാണോ? അതോ മനുഷ്യന് തൻ്റെ വിധി മാറ്റിമറയ്ക്കാനുള്ള ദൈവീകത ഉള്ളവനാണോ? ഏത് വാക്കാ ശരി? നിങ്ങളത് കേൾക്കാറുണ്ടോ? അങ്ങനെ ഒരു വാക്കാരെങ്കിലും പറയാറ് കേൾക്കാറുണ്ടോ? എൻ്റെ വിധിയെ മാറ്റിമറയ്ക്കാനുള്ള ദൈവീകതയുള്ളവനാണ് എന്നാരെങ്കിലും പറയാറുണ്ടോ? എൻ്റെ വിധിയാണ്, എൻ്റെ തലയിലെഴുത്താണ്, എൻ്റെ യോഗമാണ് എന്നല്ലേ പറയാറ്? ആണോ അല്ലയോ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ട്രെയിൻഡ് അല്ല. നമ്മൾ വെറുതെ തൊഴുതുപോയി പ്രാർത്ഥിക്കുകയാണ്. തൊഴുതുപോയി പ്രാർത്ഥിക്കുമ്പോഴല്ല ആരെ കാണുന്നത്? ഭഗവാനെ. കാരണം ദൈവത്തെ കാണാൻ ഏത് കണ്ണാ വേണ്ടത്? കാരണം ദൈവം ഇരിക്കുന്നത് പുറത്തല്ല. എവിടെയാണ്? എല്ലാവരുടെയും ഉള്ളിൽ. ഏത് രൂപത്തിൽ? ബോധരൂപത്തിലിരിക്കുന്നു. ഏത് രൂപത്തിൽ? ഇപ്പം ദിവസവും നിങ്ങൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. രാവിലെ എണീറ്റത് ചൊല്ലണം, ശീലിക്കണം. 10-ാം സ്കന്ധം ഞാൻ ഇന്നലെ കാണിച്ചു തന്നാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു മാത്രം. 10-ാം സ്കന്ധം 59-ാം അധ്യായം 27-ാം ശ്ലോകം. ഇതൊക്കെ എഴുതി പഠിക്കണം നിങ്ങൾ. 10-ാം സ്കന്ധം 59-ാം അധ്യായം 27-ാം ശ്ലോകം. ഇതൊക്കെ കാലത്തെണീറ്റ് ചൊല്ലി ചൊല്ലി ശീലിച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജീവിതത്തിൽ നിങ്ങളാരും മാനസികമായി തളരില്ല. ആർക്കും നിങ്ങളെ തളർത്താൻ സാധിക്കില്ല. കാരണം അത്ര ഒരു ഉൾബോധം, അത്ര ഒരു അവബോധം, അത്ര ഒരു ഉൾക്കണ്ണ് നിങ്ങളിൽ തുറന്നിട്ടുണ്ടാവും. എല്ലാവരും ചൊല്ലണേ. ഓം നമോ ഭഗവതേ, ഓം നമോ ഭഗവതേ തുഭ്യം. ചൊല്ലു. വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. അപ്പം ഭഗവാൻ ഏത് രൂപത്തിലാണ്? ബോധരൂപത്തിൽ ഭഗവാൻ എന്നിൽ ഇരിക്കുന്നു. ഒന്നുകൂടി ചൊല്ലാം. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. പൂർണ്ണബോധ സ്വരൂപനായ ഭഗവാന് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ പരിശീലിച്ചാൽ പൂർണ്ണബോധ രൂപത്തിൽ ആരുണ്ടുകൂടെ? ഭഗവാൻ കൂടെയുണ്ട്. ആ ഭഗവാനെയാണ് ഞാൻ ഉൾക്കണ്ടുകൊണ്ട് കാണേണ്ടത്. അപ്പം അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം നമ്മൾ എന്ത് പറ്റിച്ചാൽ, ഞാൻ പറയലേ, നിങ്ങളൊക്കെ നമ്മുടെ ഈ കേരളത്തിലൊക്കെ പറ്റിയത് ഒരു 2000 വർഷത്തിൽ എന്ത് പറ്റിച്ചാൽ ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദുക്കളായി നമ്മൾ മാറി. ആരാണ്? ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദു. നമ്മൾ റിയൽ ഹിന്ദുക്കളല്ലാതെ പോയി. അപ്പം അവർ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കുന്നു, നമ്മളും പ്രാർത്ഥിക്കുന്നു. അവരവരുടെ പള്ളിയിൽ പോയി ആൾത്താരയിൽ പോയി നിൽക്കുന്നു, നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നു. അവർ ദൈവത്തെ വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവരും കുറേ ചടങ്ങുകൾ കൊണ്ട് നടക്കുന്നു, നമ്മളും കുറേ ചടങ്ങ് കൊണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹിന്ദുമതത്തിനൊരു അധപ്പതനം വന്നുപോയി. ഈ സെമിറ്റിക് റിലീജിയനുമായിട്ട് ചേർന്നപ്പോൾ
ദേ റിയലി കൺഫ്യൂസ്ഡ്. നമ്മളെ അവരുടെ തലത്തിലേക്ക്, ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളല്ല, യു ആർ ഓൾമോസ്റ്റ് ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദുസാണ്. നിങ്ങളെ ഹിന്ദു എന്ന് വിളിക്കാൻ പാടില്ല. കാരണം വി ആർ നോട്ട് ഫോളോയിങ് ഹിന്ദുയിസം, വി ആർ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഡൂയിങ് വാട്ട് ദേ ആർ ഡൂയിങ്. നമ്മൾ ഹിന്ദുക്കളെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഹിന്ദു ആവണമെങ്കിൽ നമ്മുടെ ഹിന്ദു സംസ്കൃതി പറഞ്ഞതിനെ നമ്മൾ പറയൂ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മളോട് പറഞ്ഞത് കണ്ണുകൊണ്ട് നോക്കാനല്ല. ഏത് കണ്ണു തുറക്കാനാണ്? നമ്മളത് ചെയ്തിട്ടുണ്ടോ? ആരെയും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മളോട് പറയുന്നത് മുന്നിലല്ല ദൈവം ഇരിക്കുന്നത്, ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിലുള്ള ആ ബോധത്തെ കാണാൻ അകക്കണ്ണ്. അപ്പം അതിന് പരിശീലനങ്ങൾ വേണം. ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയല്ല ഉള്ളത്, നമുക്ക് പരിശീലനമാണുള്ളത്. എന്താണ്? ഇതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മുടെ അവതാരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവതാരങ്ങളുടെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ അവൻ്റെ ബോധത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് ഉയർത്തുക. ഇപ്പം കൃഷ്ണനും രാമനും ഒക്കെ ഇവിടെ ആരുടെ രൂപത്തിലാണ് വന്നത്? ദൈവങ്ങളുടെ രൂപത്തിലല്ല. അവരൊക്കെ ഗുരുക്കന്മാരുടെ രൂപത്തിലാണ് വന്നത്. ആരുടെ രൂപത്തിൽ? അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നമുക്ക് വേണ്ടത് ഗുരോരനുഗ്രഹേണൈവ മാൻ പൂർണ്ണ പ്രശാന്തയെ. നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. ഭാഗവതം 80 അധ്യായം, ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 80 അധ്യായം. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം നിങ്ങൾ, ഈ ശ്ലോകങ്ങൾ. അത്ര പ്രധാനപ്പെട്ട വരികളാണതൊക്കെ. 80 അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 46 47 ശ്ലോകമായിരിക്കും. കൃഷ്ണൻ പറയും, കുചേല ബ്രാഹ്മണനോട് പറയുന്ന വരികളാണ്. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ. ഞാൻ പറയുന്നത് ഭാഗവതമാണ്. അമ്മ ഗീത എടുത്ത് തപ്പുകയാണ്. ഈ ജന്മം തപ്പിയാൽ കിട്ടില്ല. ഇത് ദശമസ്കന്ധം 80 അധ്യായം എന്നൊക്കെ പറഞ്ഞാൽ ബോധം വേണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ ഭാഗവതം 80 46 47 കൃത്യം നമ്പറോ 43, ഓക്കെ, എക്സാക്ട്ലി 43. അവിടെ പറയും ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തേ. ഒരാൾക്ക് വേണ്ടത് എന്താണ്? ഗുരോർ അനുഗ്രഹമാണ് വേണ്ടത്, ദൈവാനുഗ്രഹമല്ല വേണ്ടത്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. ഇതാണ് ക്രിസ്ത്യൻസ് നമ്മളെ പഠിപ്പിച്ചത്. ഈ ക്രിസ്ത്യൻസാണ് ദൈവം എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നത്. നിങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണൻ പോലും പഠിപ്പിച്ച ദൈവാനുഗ്രഹം വേണമെന്നല്ല. എന്ത് വേണമെന്നാ? ഗുരോരനുഗ്രഹം. എന്താ വേണ്ടത്? നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന ഗുരുത്വം ഉണ്ടാക്കാനാണ്, ഗുരോരനുഗ്രഹം ഉണ്ടാക്കാനാണ്. അപ്പോൾ എന്താ ഗുരോരനുഗ്രഹം എന്ന് പറഞ്ഞാൽ? ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ പോകുന്നതിൻ്റെ പേരാണ്, അതിൻ്റെ പേരാണ് സാധന. എന്താണ്? സാധന അനുഷ്ഠിക്കുമ്പോഴാണ് അകക്കണ്ണ് തുറക്കുക. അകക്കണ്ണ് തുറക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുക. ഇതിനാണ് നമ്മൾ മെനക്കെടുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹമല്ല വേണ്ടത്. വേണ്ടത് എന്താണ്? കൃഷ്ണൻ എന്താ പഠിപ്പിക്കുന്നത്? പറയൂ. ഗുരോരനുഗ്രഹേണൈവ. പറയൂ നിങ്ങൾ. ദൈവാനുഗ്രഹം എന്നുള്ള വാക്കില്ല നമുക്ക്. ഇതൊക്കെ നമ്മൾ ഈ ക്രിസ്ത്യൻസ് പഠിപ്പിച്ച് നമ്മൾ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കെന്തേ ഉള്ളൂ? ഗുരു. അപ്പം എന്താ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നമ്മൾ പോവുക. അതിൻ്റെ പേരാണ് ധർമ്മം. എന്താണ്? ധർമ്മത്തെ അനുഷ്ഠിക്കുക. അവർ കാണിച്ചു തന്ന സാധന അനുഷ്ഠിക്കുക. അപ്പം എന്താ ഗുരുക്കന്മാർ നമ്മളോട് പറയണത്? ജപിക്കണം എന്ന് പറയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം പൂന്താനമൊക്കെ എന്താ പറഞ്ഞത്? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ. അപ്പം എന്ത് ചെയ്യണം? അത് ജപിക്കണം. അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരുടെ പാതയിലാണോ പോയത്? നമ്മൾ ദൈവവിശ്വാസത്തിൻ്റെ പാതയിലാണോ? പറയും നിങ്ങൾ. അത് നമ്മുടെ മതമാണോ? അത് ക്രിസ്തു മതമാണോ? പറയൂ നിങ്ങൾ. അത് ക്രിസ്തു മതമാണോ ഹിന്ദു മതമാണോ? ഹിന്ദുമതം പഠിപ്പിക്കണ്ടോ? ദൈവവിശ്വാസം എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത് ക്രിസ്തു മതമാണ്. അപ്പം നിങ്ങളൊക്കെ ഇത്രയും കാലം ആരായിരുന്നു?
നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ശരീരം കൊണ്ട് ഹിന്ദുവാണ്, നിങ്ങളുടെ പരിശീലനം മുഴുവൻ ക്രിസ്ത്യാനിയുടെയാണ്. നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ സംസ്കാരം ഇല്ലായിരുന്നു. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പഠിക്കണം. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം? സാധന അനുഷ്ഠിക്കണം. എന്ത് സാധനയാണ് അനുഷ്ഠിക്കേണ്ടത്? അവിടെയാണ് നമുക്ക് വീണ്ടും ഭാഗവത്തിലേക്ക് പോവാം. കൃഷ്ണൻ അവതരിച്ച ഉടനെ എന്ത് ചെയ്തു അറിയോ? തൻ്റെ രൂപം മാറ്റി ഭഗവാൻ എന്ത് ചെയ്തു? ചതുർഭുജ രൂപത്തെ എടുത്തു. എന്താണ് ചതുർഭുജ രൂപത്തെ? 4 കൈകളും, ആ 4 കൈകളിൽ എന്തൊക്കെയുണ്ട്? ശംഖ്, ചക്രം, ഗദ, പത്മം. ഇങ്ങനെയൊക്കെയുള്ള ദൈവമുണ്ടോ എവിടെയെങ്കിലും? ഇതൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ? ഈ രൂപങ്ങളൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. 12-ാം സ്കന്ധമെടുക്കുക, 11-ാം അധ്യായം എടുക്കുക. അതിനാണ് ഈ ഭാഗവതമൊക്കെ ശരിക്കും പഠിക്കേണ്ടത്. 12-ാം സ്കന്ധം, 11-ാം അധ്യായം, 2-ാം ശ്ലോകം. 12, 11, 2 കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? 12-ാം സ്കന്ധം, ഏറ്റവും ഒടുവിലത്തെ സ്കന്ധം, 11-ാം അധ്യായം, 2-ാം ശ്ലോകം. താന്ത്രിക പരിചര്യായാം. കണ്ടോ? കേവലസ്യ ശ്രിയപ്പദേ അങ്കോപാംഗ ആയുധ കൽപ്പം കൽപ്പയന്തി യഥാചൈ. അങ്ങനെയല്ലേ ശ്ലോകം? എന്താ പറയുന്നത്? താന്ത്രിക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? താന്ത്രിക, അതായത് നമ്മുടെ വിഗ്രഹ സങ്കല്പങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുന്നത് ഏത് ശാസ്ത്രപ്രകാരമാണ്? താന്ത്രിക വൃത്തിപ്രകാരം. ഏതാണ്? താന്ത്രിക പരിചര്യായ. പരിചര്യ എന്ന് പറഞ്ഞാൽ പൂജകൾ. പരിചര്യ എന്ന് പറഞ്ഞാൽ പരിചാരകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പൂജാരി. അപ്പം പരിചര്യ എന്ന് പറഞ്ഞാൽ പൂജ. അപ്പം താന്ത്രിക വൃത്തിപ്രകാരമുള്ള പൂജകൾ ഭഗവാന് ചെയ്യുമ്പോൾ അതേതിലാണ് ചെയ്യുന്നത്? അങ്കോപാംഗ ആയുധങ്ങളൊക്കെ, അംഗങ്ങളും ഉപാംഗങ്ങൾ, അഡീഷണൽ കൈകളും, അതിലൊക്കെ ആയുധങ്ങളൊക്കെ കൽപ്പിച്ചുകൊണ്ട് പൂജകൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൽപ്പയന്തി, വെറും കൽപ്പനകൾ മാത്രമാണെന്ന് വെച്ചാൽ സങ്കല്പങ്ങളാണ്. എന്താണ്? അവർക്ക് പറയൂ. സങ്കല്പങ്ങളാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. എന്താ സങ്കല്പം എന്ന് പറഞ്ഞാൽ? ഇതിൽ ചില സന്ദേശങ്ങളെ സങ്കല്പിച്ചിരിക്കുകയാണ്, ചില നിർദ്ദേശങ്ങളെ സങ്കല്പിച്ചിരിക്കുകയാണ്. എന്താണ്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ കൈകളും ആയുധങ്ങളൊക്കെ ചില നിർദ്ദേശങ്ങളാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ ആരോപിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഇങ്ങനെ 4 കൈയും പിടിച്ചിട്ടൊരു പടച്ചോൻ ഇരിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഒരു പടച്ചോൻ ഇല്ല. 4 കൈയും 8 കൈയും ഇട്ട് ഇതെന്തിനാ വെച്ചിരിക്കുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നിർദ്ദേശിക്കാനുള്ള ഒരു നിർദ്ദേശസൂചമായ കൽപ്പനകളാണെന്നാണ് ഭാഗവത്തിൽ പറയുന്നത്. ഇതൊന്നും എൻ്റെ വരികളല്ല, ഭാഗവത്തിൽ എടുത്ത് പറയുകയാണ്. കൽപ്പയന്തി. കൽപ്പയന്തി പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കൽപ്പനകളാണ്. കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പിക്കുക, നിർദ്ദേശിക്കുക, ആജ്ഞാപിക്കുക എന്നാണ് പൊതുവെ അർത്ഥം. പക്ഷെ നമ്മളതിനെ അർത്ഥമെടുക്കേണ്ടത് നിർദ്ദേശനം. ഒരാളോട് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിക്കുക, കൽപ്പിക്കുക എന്നുള്ളൊരർത്ഥം എടുക്കാൻ വേണമെങ്കിൽ. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൽപ്പന തരുന്ന, നിർദ്ദേശം തരുന്ന ഈ പ്രതീക രൂപങ്ങളാണ് ഏതെല്ലാം? ഈ കൈകളിലിരിക്കുന്ന 4 കൈകളും ആ കൈകളിലിരിക്കുന്ന ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ആ അർത്ഥത്തിൽ വേണം അതിനെ കാണാൻ. അപ്പം നമുക്ക് നോക്കാം. ഭഗവാന്റെ കയ്യിൽ 4 സാധനങ്ങൾ, 4 കൈകളും 4 സാധനങ്ങൾ. 4 കൈകൾ എന്നത് പുരുഷാർത്ഥ പ്രതീകമാണ്. ഇതൊക്കെ ഭാഗവത്തിലുണ്ട്, ഞാനത് എടുത്തെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. എന്താ പുരുഷാർത്ഥം? പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയോ? അറിയാത്തവരെത്ര പേരുണ്ട്? കൈബുക്കു. അറിയില്ല.
എനിക്ക് പുരുഷാർത്ഥം എന്താണെന്ന് അറിയില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഹിന്ദുക്കൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം അറിയാലോ നിങ്ങൾക്ക്? ചൊല്ലുമെന്ന്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം. പുനരുരു പുരുഷാർത്ഥാത്മകം. അതൊന്നും വായിക്കുമ്പോൾ ഇതുവരെ ചോദിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്താ ഈ പുരുഷാർത്ഥം എന്നൊക്കെ ഉള്ളത്. വെറുതെ പൂത്തുകളെപ്പോലെ നമ്മളിങ്ങനെ എന്തോ തത്തമ്മേ പൂച്ച പൂച്ച ഇങ്ങനെ പൂവന്നെ. മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല. നാണമല്ലേ നിങ്ങൾക്ക് കുട്ടികളെ അങ്ങനെ ആക്കിയെടുക്കാൻ? ലേശൊരു ബോധം വേണ്ടേ? അപ്പോൾ പുരുഷാർത്ഥം എന്നാൽ 4 കാര്യങ്ങളാണ്: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഏതൊക്കെയാണ്? ധർമ്മ, അർത്ഥ, ഓർക്കെ പറയൂ. ധർമാർത്ഥ, കാമ, മോക്ഷം. എന്താണ്? അപ്പം ധർമാർത്ഥം. ഇപ്പം എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമ, ഉത്തരവാദിത്വം. ഏറ്റവും പരമമായ ധർമ്മം എന്താണ്? ഭഗവാന്റെ ഇടത് കൈയിൽ നമ്മൾ ചക്രം വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഇടത് ഭാഗത്ത് തുടങ്ങുകയാണെങ്കിൽ ഇടത് കൈയിൽ എന്തായിരിക്കുന്നത്? ഈ വിഷ്ണുവിൻ്റെ ഇടത് കൈയിൽ എന്താണ് വെച്ചിരിക്കുന്നത്? അതും ശ്രദ്ധിച്ചിട്ടില്ലേ? വേറെ ഉത്തരങ്ങളൊക്കെയാണ് പലരും പറഞ്ഞത്. നിങ്ങൾ റോക്കറ്റിൽ അയക്കുന്നുണ്ടോ? എന്താ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ശംഖാണോ അതോ ചക്രാണോ? പിന്നെ എന്താ ചക്രം എന്നൊക്കെ ആരാ പറഞ്ഞത്? കുട്ടികൾ കേൾക്കണ്ട നിങ്ങളുടെ വിവരം. അപ്പോൾ ശംഖാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. പാഞ്ചജന്യം. ശംഖ് പ്രണവത്തിൻ്റെ പ്രതീകമാണ്. ഇതിൻ്റെ ഇപ്പം നമ്മുടെ പരമധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും പരമധർമ്മം, ദിവസവും നമ്മൾ എന്ത് വേണം? പ്രണവവും അതുപോലെ നാമജപവും വേണം. ഇത് രണ്ടും. ഇതെന്തിനാണ് നമ്മൾ ഈ പ്രണവവും നാമജപവും ചൊല്ലുന്നത്? ഉൾക്കണ്ണ് തുറക്കാൻ. എന്തിന്? ഉൾക്കണ്ണ് തുറക്കണമെങ്കിൽ ഏത് വേണം? പ്രണവവും നാമജപവും ജപിച്ചുകൊണ്ടേയിരുന്നാൽ ഏത് തുറക്കും? അപ്പോഴേ ആരെ കാണാൻ പറ്റുള്ളൂ? ഭഗവാനെ കാണാം. മനസ്സിലായില്ലേ? അപ്പം അതാണ് ശംഖ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് താഴെ കയ്യിൽ, ഇടത് കയ്യിൽ താഴത്തെ കയ്യിൽ എന്താണുള്ളത്? ശംഖ് കഴിഞ്ഞാൽ പിന്നെന്താ? ചക്രോ? നിങ്ങളെ ഞാൻ ശരിയാക്കി കളയും. ചക്രം താഴെയാണോ പിടിച്ചിരിക്കുന്നത്? ഗദയാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ്? ഗദ കർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഇതിൻ്റെ കർമ്മമാണ്. അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും അലസനായി ഇരിക്കാൻ പാടില്ല. എപ്പോഴും ഓരോരോ കർമ്മനിരതരായി നമ്മൾ മാറുമ്പോൾ, സത്യത്തിൽ ഏറ്റവും ഒരു മനസ്സിന് വേണ്ടുന്ന ഒരു പരിശീലനം നമുക്കുണ്ടല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് വഴിതെറ്റി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ടൂ മച്ച് അവരെ ഈ ഗഡ്ജറ്റ്സിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കാരണം ഈ പഠിത്തം മാത്രമാണ് ജീവിതം തെറ്റിദ്ധാരണയാണ്. പ്രത്യേകിച്ച് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇവർ ഈ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും. കൊച്ചു കുട്ടികൾക്ക് അവിടെ ഈ കൊച്ചു കുട്ടികൾക്ക് തന്നെ നീന്തൽ പഠിപ്പിക്കും, അതുപോലെ ഗാർഡനിങ് പഠിപ്പിക്കും, ഹൗസ് കീപ്പിംഗ് പഠിപ്പിക്കും, കുക്കിംഗ് പഠിപ്പിക്കും. ചെറിയ ചെറിയ കുക്കിംഗ്, അല്ലാതെ വലിയ വലിയ കുക്കിംഗ് അല്ല. കുട്ടികൾക്ക് തന്നെ പലതും, കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആരെ പഠിപ്പിക്കും? കുട്ടികളെ പഠിപ്പിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഓരോന്നും അവർ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ അവർ ഈ മൊബൈലിലിരുന്ന് തോണ്ടുന്നതിൻ്റെ സമയം കുറയും. എന്ന് മാത്രമല്ല, അവരിലുള്ള കഴിവുകൾ പലതും ഉണർന്നു വരും. വേറൊരു ഭാഗത്ത് അവരുടെ മൈൻഡ് ഡൈവേർട്ടഡ് ആവും. മൈൻഡ് അപ്പോൾ ഏതെങ്കിലും ഒരു നിരാശയിൽ കുടുങ്ങി നിൽക്കേണ്ട, പറയൂ, കാര്യമില്ല. അങ്ങനെ പലതും പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവും പ്രാപ്തി വരും. അപ്പം കർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം, അതിനൊരു വിശാലതയിൽ നമ്മൾ കാണണം.
മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികളെ വളർത്തുന്നതേ തെറ്റാണ്. വലിയൊരു ദുരന്തം നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ സ്കൂൾ അതിലേറെ വലിയ ദുരന്ത ഭൂമിയാണ്. ഈ കണ്ട പുസ്തകമൊന്നും പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അതിലെന്താ പ്രധാന? ഇപ്പം സയൻസ് ആണെങ്കിൽ ഇതുവരെ കണ്ടെത്തിയതെന്ത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ലേ എന്താണ് ഫിസിക്സിൻ്റെ തിയറി, അതൊക്കെ പഠിപ്പിക്കണം. കെമിസ്ട്രി അതുപോലെ പഠിപ്പിക്കണം. എന്തിനാ ഈ കണ്ടമാൻ ആവശ്യമില്ല? അതെനിക്കറിയില്ലേ പഠിപ്പിക്കുന്നത്. ഈ ഹിസ്റ്ററി മുഴുവൻ എന്തിനാണ് പഠിപ്പിക്കുന്നത്? മനസ്സിലായില്ലേ? ഒരു ജനറൽ ഐഡിയ പാസ്റ്റിനെ കുറിച്ച് വേണം. ഇപ്പം പ്രസൻറ്റ് ഹിസ്റ്ററി അല്ലേ, ഇനി ഫ്യൂച്ചർ ഹിസ്റ്ററി എന്താവണം, അതിൽ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്താണ്? ഇതൊക്കെ ഉണ്ടോ കുട്ടികൾക്ക് വല്ലതും? പറയൂ നിങ്ങൾ. അതേപോലെ കുട്ടികളെ ഗാർഡനിങ് പഠിപ്പിക്കണം, കൃഷി പഠിപ്പിക്കണം. ഒരു വീട്ടിനകത്ത് പോലും ഇന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഗ്രോ ബാഗ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടോ? ടെറസായാലും ടെറസിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ബാൽക്കണി കൃഷി ചെയ്യാം. ഉണ്ടോ ഇല്ലയോ? പറയൂ. ഒരു മുളകിൻ്റെ ചെടിയെങ്കിലും നടാൻ പറ്റാത്ത സംവിധാനം ഇന്നിപ്പം നമ്മുടെ വീടുകളിൽ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടില്ല. കുട്ടികളുടെ വിചാരം ഏതോ പണിക്കാരൻ വന്ന് ബീഹാറിയോ ബംഗാളിയോ വന്ന് ചെയ്യേണ്ടതാണ് കൃഷിപ്പണി എന്നുള്ളതാണ്. ആ രീതിയിൽ അതപ്പതിച്ചു പോയി. ഇവനിരുന്ന് രാവിലെ മുതൽ തോണ്ടുകയാണ്. ശനിയാഴ്ച ഞായറാഴ്ച വേറെ പണിയില്ല. അപ്പോൾ ഒരു ഗാർഡനിങ്, കുക്കിംഗ്, കുട്ടികൾക്ക് അത്യാവശ്യം ഭക്ഷണം വയ്ക്കാനുള്ള സംവിധാനം, ഇതൊക്കെ എന്താ സംഭവിച്ചറിയോ? ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾ ഓൺലൈൻ ഓർഡർ ചെയ്യും. ഇന്നിപ്പോൾ സ്വിഗ്ഗി ഉണ്ട്, അല്ലെങ്കിൽ സൊമാറ്റോ ഉണ്ട്, ഏതെങ്കിലും, എന്നിട്ടോ ഉള്ള വിഷവും അടിച്ച് കയറ്റി ഇല്ലേ. ഈ കൊണ്ടുവരുന്ന ഫുഡൊക്കെ എത്ര നല്ലതെന്ന് ആർക്കറിയാം. എന്നിട്ട് പല ഇൻഫെക്ഷനും നിങ്ങൾ വായിക്കാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് കുഴിമാന്തി കഴിച്ചിട്ടും എന്താ പറയുക, പല മാന്തികളും കഴിച്ചിട്ട് കുട്ടികൾ ചില ഫുഡ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് വായിക്കാറില്ലേ പത്രത്തിൽ? ഉണ്ടോ ഇല്ലയോ? നാട്ടിലാണെങ്കിൽ പണ്ടൊക്കെ നല്ല ദോശയും മറ്റേ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു, ഒക്കെ കുഴിമാന്തികളാണ്, മൊത്തം മാന്തലാണ്. ഇവനൊക്കെ ജീവിതം മാന്താന്തിരിക്കുമോ? എവിടുന്നാണ് ഈ കുഴിമാന്തിയൊക്കെ വന്ന് എനിക്കറിയില്ല. അതുപോലെ പുതിയ ഫുഡുകളൊക്കെ കുട്ടികളെ ചവർമ്മയോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളങ്ങനെ ശീലിപ്പിച്ചു പോയി. അപ്പോൾ കുട്ടികൾക്ക് എന്ത് വേണം? കുട്ടികൾക്കൊരു ഡൈവേഴ്സിറ്റി, പലതിലും കർമ്മനിരതരാവാൻ അവരെ എന്ത് ചെയ്യണം? പ്രാപ്തരാക്കണം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ഷേത്രത്തിലൊക്കെ തുടങ്ങിയത് നല്ലതാണ്. അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ ഗാർഡനിങ് പഠിപ്പിക്കുക, കുക്കിംഗ് ക്ലാസ് പഠിപ്പിക്കുക, ചെറിയ സ്കില്ലുകൾ, കുട്ടികളെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സ്കില്ലുകളൊക്കെ പഠിപ്പിക്കുക. ഞാനിത് പറയുന്നതൊക്കെ ഞാൻ മറ്റ് രാജ്യങ്ങളിൽ കാണുമ്പോഴാണ് നമ്മുടെ രാജ്യം എത്ര പുറകിലാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് വിയറ്റ്നാമിൽ പോയപ്പം എനിക്ക് വളരെ ആകർഷണമായിട്ട് തോന്നി. കൊച്ചു കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് നൂലുകൊണ്ട് ആർട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കലാണ്. പിന്നെ നമ്മുടെ ഒരു തലത്തിൽ പറയാണ്, അവർ കൃഷിയുടെ ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഥകളി എന്നുള്ളൊരു ചിത്രം, അപ്പോൾ ആ കഥകളിയിൽ നമുക്കറിയാം പല കളറുകളുടെ ഒരു കോമ്പിനേഷനാണ് ആ കിരീടവും അതുപോലെ വേഷങ്ങളൊക്കെ അല്ലേ. കണ്ണിലൊക്കെ നല്ല കൺമഷി എഴുതിയിട്ടും പച്ചയും വെളുത്ത താടിയും അല്ലേ, ആണോ അല്ലയോ? ഇങ്ങനെയൊരു വേഷം, ഇതെല്ലാം നൂലിൽ ചെയ്ത് അങ്ങനെ ഒരു കഥകളിയുടെ രൂപം കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഇതവർ സെയിൽ ചെയ്യും അവർ. അപ്പോൾ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ ഉള്ളിലുള്ള കലാബോധം, കുട്ടിയിലുള്ള കഴിവുകൾ, ഇതൊക്കെ അവർ ട്രെയിൻ ചെയ്യാണ്. ഇപ്പം നമുക്കുണ്ടല്ലോ അങ്ങനെയൊരു വെറും പൊട്ട മുരടിച്ച ഈ വിദ്യാഭ്യാസമല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കഴിവ് കെട്ടവരായി, ഒരു കാപ്പി ഉണ്ടാക്കാൻ കഴിയാത്ത, എല്ലാറ്റിനും അമ്മ വേണം, ആണോ? അമ്മ ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ല, അതല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുക, ഓൺലൈനിൽ ഓർഡർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് വയറും കേട് വന്നു. നിങ്ങൾ നോക്കിപ്പം ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഡോക്ടറാണ് ഈ ഗ്യാസ്ട്രോ എൻട്രോളജി. പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല. ഒക്കെ വയറ് കേടുവരുത്തി കണ്ടതും കേട്ടതൊക്കെ കഴിച്ച് ഉള്ള ലേസും കുറുമുറും ഉങ്കുറും ഒക്കെ കഴിച്ച് എത്ര അതപ്പതിച്ചു പോയി കുട്ടികൾ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പം കൃഷ്ണൻ്റെ കയ്യിലുള്ള ഗത ഓർമ്മിപ്പിക്കുന്നത് ഓരോരുത്തരിലുമുള്ള കർമ്മ നൈപുണ്യത എന്ന് പറയും. എന്താണ്? പലതിലുമുള്ള കർമ്മവാസനകൾ ഉണർത്തി സ്വന്തം കാലിൽ ജീവിതം കൊണ്ടു നടക്കാൻ അവനവനെ പ്രാപ്തനാക്കണം. അതിന് കർമ്മം വേണ്ട. എന്തും ചെയ്ത് പരിശീലിച്ചാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. പുസ്തകം നോക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾ പണ്ട് ചില അമ്മമാർ ഈ കോവിഡ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്തൊക്കെ ഈ പലതരത്തിലുള്ള റെസിപ്പി കാര്യങ്ങളൊക്കെ
കാണും. ഇതൊക്കെ കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടോ? പെട്ടെന്ന് ആദ്യത്തെ റൗണ്ടിൽ തന്നെ അത് സക്സസ് ആവുമോ? ഉണ്ടാവും. അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോഴാണ് അതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുന്നത്. എന്നതുപോലെ ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവണം. വേണ്ടേ? കർമ്മം. ഒന്നാമത്തത് അനുഷ്ഠാനം, രണ്ടാമത്തത് കർമ്മം, മൂന്നാമത്തത് താമരപ്പൂവാണ് ഭഗവാന്റെ കയ്യിൽ, അല്ലേ? വലത് കൈയിൽ താഴെ എന്താണ്? താമര ചെളിക്കൊണ്ടിലാണ് വളരുക. പക്ഷെ അത് വെള്ളത്തിൽ നിന്നും എപ്പോഴും ആ പൂ എപ്പോഴും പൊങ്ങി നിൽക്കും. ഇതെന്താ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ജീവിതം എന്ന് പറയുന്നത് എന്നും അനുകൂലമാവണം എന്നില്ല. അപ്പം ജീവിതം എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ വെള്ളത്തിലാണ് ഏത് നിൽക്കുന്നത്? ജീവിതം. അപ്പം എന്നും സുഖാനുഭവം ആവണമെന്നില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉയർത്തണമെങ്കിൽ എനിക്ക് കൃത്യമായ എന്ത് വേണം? അനുഷ്ഠാനം റെഗുലർലി കൊണ്ടു നടക്കണം. ഞാൻ കൊണ്ടു നടന്നാലേ എൻ്റെ മനസ്സിനെ എനിക്ക് പ്രതികൂലമായ അനുഭവങ്ങളിൽ തളരാതെ ഉയർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ല? ഇപ്പം നമ്മളൊരു ധാരണയിൽ ജീവിക്കുകയാണ്. എന്ത്? എല്ലാം എപ്പോഴും അനുകൂലമായി നിൽക്കുമെന്നത്. എന്നും അനുകൂലമായൊരു ജീവിതം ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അനുഷ്ഠാനം ചെയ്താലേ പ്രതികൂലമായതിനെ എനിക്ക് നേരിടാൻ എൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, താമര മനസ്സിൻ്റെ പ്രതീകമാണ്. താമര എന്തിൻ്റെ പ്രതീകം? മനസ്സിനെ ഉയർത്തലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. സമചിത്തത കൈവരിക്കുക. എന്താണ് സമചിത്തത? അതാണ് എൻ്റെ ജീവിതം. സമചിത്തമാക്കണം. എങ്കിൽ എൻ്റെ മനസ്സൊരിക്കലും ഒരു ജീവിതാനുഭവത്തിലും മാനസികമായി തളരില്ല. ഏറ്റവും ഒടുവിലത്തെയാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം. ഏതാണ്? സുദർശനം. അപ്പം സുദർശനം എന്ന് പറഞ്ഞാൽ സുദർശനം എന്നാണ്, ശ്രേഷ്ഠ ദർശനം എന്നാണ്. സു എന്നതിന് ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. ഏറ്റവും ഉത്തമമായ ദർശനം. അതേത് തന്നെയാണ്? ഉള്ളിലിരിക്കുന്ന ആരെ കാണണം? ഭഗവാനെ. വിഷ്ണു ദർശനമാണ്. സ്ഥലേ വിഷ്ണു ജലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. അപ്പം തന്നിലെ വിഷ്ണുവിനെ ദർശിക്കാൻ സാധിക്കുക. അതാണ് സുദർശനം. ആരെ കാണണം? സുദർശനം, വിഷ്ണുവിനെ. എങ്ങനെ വിഷ്ണുവിനെ കാണുക? ആത്മദർശനം, ഈശദർശനം. ആരെ കാണണം? ആത്മാവിനെ. അതിനെന്ത് വേണം? ഉൾക്കണ്ണ് തുറക്കണം. അപ്പം നോക്കൂ, ഈ 4 കാര്യങ്ങളാണ് പുരുഷാർത്ഥം. അതായത് ഏറ്റവും പരമമായ ധർമ്മം അനുഷ്ഠാനം ചെയ്യണം, കർമ്മനിരതരാവണം, സമചിത്തമായ മനസ്സ് വേണം, ഉള്ളിലുള്ള വിഷ്ണുവിനെ ദർശിക്കണം. ഇതാണ് ഹിന്ദുവിൻ്റെ ധർമ്മം.